ആ മോള് പറ എങ്ങനെയാ തുടക്കം? സാറേ ഇവനെ സ്റ്റോക്ക് ചെയ്യാണ് സാറേ. എന്ത്? കൊറേ നാളായിട്ട് എന്നെ എല്ലാ സ്ഥലത്തും എപ്പോഴും സ്റ്റോക്ക് ചെയ്യും. ഞാൻ സ്റ്റോക്ക് ചെയ്തിട്ടില്ല, നോണ പറയണേ സാറേ. അയ്യോ സാറേ ഇവനെ സ്റ്റോക്ക് ചെയ്ത്. എനിക്ക് സ്റ്റോക്ക് ചെയ്യേണ്ട കാര്യമില്ല സാറേ, ഞാൻ ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടില്ല. അല്ല സാറേ ശരിക്കും ഇവനെ സ്റ്റോക്ക് ചെയ്യുമായിരുന്നു. നോണ പറയണ്ടത് ഈ പോലീസ് സ്റ്റേഷനിൽ. ഞാൻ സ്റ്റോക്ക് ചെയ്തിട്ടൊന്നുമില്ല. ഒന്ന് നിർത്ത്. എന്താണ് ഈ സ്റ്റോക്ക്? അറിയില്ല മോളെ. ആ സ്റ്റോക്കിംഗ് എന്താണെന്ന് എസ് ഐ സാറിനൊന്ന് പറഞ്ഞു കൊടുക്കും. സാർ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ സ്റ്റോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ഇവനെ ശരിക്കും പറഞ്ഞാൽ ആദ്യം എന്റെ ഇൻസ്റ്റ ഐഡിന്ന് ഇവനെ ഞാൻ ബ്ലോക്ക് ചെയ്തായിരുന്നു. എന്നിട്ട് ഇവൻ വേറെ ഫേക്ക് ഐഡി ഉണ്ടാക്കിയിട്ട് ഞാൻ ഇടുന്ന ഫോട്ടോസ് വീഡിയോസ് ഒക്കെ കാണാം. അങ്ങനെ ഞാൻ ചെയ്യുന്നതൊക്കെ ഇങ്ങനെ നോക്കി എപ്പോഴും എന്നെ തന്നെ ഒബ്സർവ് ചെയ്ത് അങ്ങനത്തെ ഒരു ഇതില്. എന്താണ് ഓള് പറഞ്ഞത് ശരിയല്ലേ? സാറേ ഞാൻ സ്റ്റോക്ക് ചെയ്തിട്ടില്ല, സത്യമായിട്ടും സ്റ്റോക്ക് ചെയ്തിട്ടില്ല. ഞങ്ങൾ ലവ് ആയിരുന്നു. നോണ പറയണേ. അല്ല 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 ഞങ്ങള് സിറ്റുവേഷൻഷിപ്പ് എന്നും പറഞ്ഞിട്ട് ആദ്യം തുടങ്ങി. ഞാൻ എന്റെ അടുത്ത് പറഞ്ഞു സിറ്റുവേഷൻഷിപ്പ് എപ്പോഴാ പറഞ്ഞ സിറ്റുവേഷൻഷിപ്പ്? ആദ്യം തന്നെ ഞാൻ പറഞ്ഞു ലവ് റിലേഷൻ ആയിരുന്നു. റിലേഷൻ തന്നെയാണ്. നിർത്ത്. എന്താ പറഞ്ഞ സിറ്റുവേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയ സാറേ. സിറ്റുവേഷൻഷിപ്പ് എന്ന് പറഞ്ഞ സാർ അതായത് ഇപ്പൊ ഞങ്ങള് ഫ്രണ്ട്സ് പോലെ തന്നെ, പിന്നെ ലവ് ഉണ്ടാവും, പക്ഷെ എന്ന് വെച്ചാൽ കമ്മിറ്റ്മെന്റ്സോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല. പറഞ്ഞ വാക്കുകളൊക്കെ ഒന്ന് എഴുതിക്കേ. ഒന്നും മനസ്സിലാവണില്ല പുതിയ ഭാഷ. പറഞ്ഞു കൊടുക്കും. ഇപ്പൊ പറഞ്ഞു നോക്കേ. സിറ്റുവേഷൻഷിപ്പ് സാറ് പറഞ്ഞതിന് മറുപടി പറഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. എഴുതിക്കണ്ട. ഈ സാറ് ഇവള് പറയണ നുണയൊക്കെ എഴുതി വെക്കണ്ടല്ല. ഇവളെന്നെ എന്നെ ബ്രെഡ് ക്രംബിങ് ചെയ്തിട്ടായിരിക്കണം. എന്റെ ബ്രെഡ് ക്രംബിങ് ചെയ്തവളാണ്. ചോദിക്കുക സാറ്. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ബ്രെഡ് ക്രംബിങ് ഒന്നും ചെയ്തു. ഈ കുട്ടി എന്നെ ബ്രെഡ് ക്രംബിങ് ചെയ്തു. എന്നെ ബ്രെഡ് ക്രംബിങ് ചെയ്ത് സാറേ. അവള് ഇല്ലാത്ത പറഞ്ഞിട്ടാക്കണേ. ഞാൻ സത്യമാണ് പറയണ സാറേ. ഞാൻ അവൾ എന്നെ ബ്രെഡ് ക്രംബ് ചെയ്തിട്ട് ഞാൻ സഹിച്ചാണ്. ബ്രെഡ് ക്രംബിങ് ചെയ്തിട്ടില്ല സാറേ. എന്താ പോയത് സാറേ? സംഭവം എനിക്ക് മനസ്സിലായില്ല, പക്ഷെ അതിന്റെ ഒരു വൃത്തികേടാണ്. അതെ ആ ബ്രെഡ് ക്രംബിങ് എന്താന്ന് സാറിന് പറഞ്ഞു കൊടുക്ക്. സാറേ ഈ ബ്രെഡ് ക്രംബിങ് എന്ന് പറഞ്ഞാൽ അവൾ എന്നെ ലുക്ക് ചെയ്തിട്ട് എന്റെ ഹൃദയം പറിച്ചെടുത്തിട്ട് എന്നെ തേച്ചിട്ട് പോയി സാറേ. അതാണ് ബ്രെഡ് ക്രംബിങ്. പിന്നെ അവന്റെ അത് എഴുത്. തേപ്പിനാണ് ബ്രെഡ് ക്രംബിങ് എന്ന് അറിയാം. ശരി. അപ്പൊ എന്താ കുട്ടി അങ്ങനെ ചെയ്ത്? സാർ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല സാർ. ഞാൻ ഇവനെ ബെഞ്ചിങ്ങിൽ നിർത്തിയേക്കുമായിരുന്നു. എന്താണ് ഈ ബെഞ്ചിങ്? സാറേ ബെഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇവനെങ്ങനെ ക്യൂല് നിർത്തിയേക്കുമായിരുന്നു. ക്യൂവോ? എന്തിന്റെ ക്യൂ? അത് എന്തിനാ മോളെ ക്യൂ നിർത്തിയായി? അച്ഛളപ്പോ പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? അല്ല, കാര്യം അറിയാൻ വേണ്ടി ചോദിച്ചാണ്. പറഞ്ഞു കൊടുക്ക്, അറിയാമെങ്കിൽ പറഞ്ഞു കൊടുക്ക്. എന്താ അത് സാറേ ഇപ്പൊ പിന്നെ നമുക്ക് ഓൾറെഡി ഒരു ലവർ ഉണ്ടെങ്കിലേ, ഇപ്പൊ ഒരാളെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിട്ട് ഒരാളുള്ളപ്പോ സേഫ്റ്റിക്ക് വേറെ ആള് അല്ല, ഈ ലവർ എങ്ങാനും ബൈ ചാൻസ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സേഫ്റ്റിക്ക് ഒരാളെ. അപ്പൊ എപ്പോഴും ഒരു ലവർ വേണം. അതിനിങ്ങനെ സ്റ്റോക്ക് വെക്കണേനാണ്. ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഞാൻ ബെഞ്ചിങ്ങില് സാറേ. പക്ഷെ ഇവന് ക്വസ്റ്റ്യനിങ് ഉണ്ടല്ലോ, പിന്നെന്താ കുഴപ്പം? എന്താ ഞാൻ ആ സമയത്ത് അന്വേഷിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത്. ആരാട്ട് ക്വസ്റ്റ്യനിങ്? ആരാട്ട്? ഞാൻ അറിഞ്ഞു, കുറെ പേരൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. നിനക്ക് നെഞ്ചി കൈ വെച്ച് പറയാമോ ക്വസ്റ്റ്യനിങ് നടത്തിയെന്ന്? ഞാൻ ക്വസ്റ്റ്യനിങ് നടത്തിയിട്ടുണ്ടാ? എന്റെ ഉമ്മാണ സത്യം സാറേ, ഞാൻ ക്വസ്റ്റ്യനിങ് നടത്തിയിട്ടില്ല. അവള് പറയട്ടെ. ശ്രേയ പറഞ്ഞ് ഞാൻ അറിഞ്ഞായിരുന്നു. ആ ശ്രേയ, നീ ശ്രേയ പറയണ കേട്ടാ മതിയല്ല. എന്റെ ദില്ലിനൊരു വിലയില്ലല്ല. എന്റെ ദില്ല് എന്താ ഈ ക്വസ്റ്റ്യനിങ്? ഇതിന് കുറെ ലവേഴ്സ് ഉണ്ട് വേറെ. അപ്പൊ ഈ ക്വസ്റ്റ്യനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കൂടുതൽ ആൾക്കാരെ പ്രേമിക്കാം. നീ ഒന്ന് കൂടുതൽ ആൾക്കാരെ പ്രേമിക്കണ്ടടാ? ഇല്ല സാറേ, എനിക്ക് അവള് മാത്രമേ ഉള്ളൂ. എനിക്ക് അങ്ങനെ ക്വസ്റ്റ്യനിങ് ഇല്ല. സാറേ ഇതൊന്നും പോരാത്തതിന് ഇവൻ ഓർബിറ്റിങ്ങും ചെയ്യണ്ട്. ഞാൻ ഇതൊക്കെ അറിയണ്ട്. അതിന്റെ അർത്ഥം എന്താന്ന് ചോദിക്കണോ? ഇവിടെ എന്താണ് ഈ വോമിറ്റിംഗ് എന്ന് ഉദ്ദേശിക്കണത്? എന്താണ് ഓർബിറ്റിംഗ്? എന്താ സാർ? അതായത് ഇപ്പൊ എന്താ പറയാ, ഈ സോഷ്യൽ മീഡിയ വഴിയൊക്കെ എന്നെ പറ്റി ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. എന്നെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കും. ഫ്രണ്ട് സർക്കിളിലാണെങ്കിലും ഒക്കെ ഞാൻ അറിയാണ്ട് എന്നെ പറ്റി അന്വേഷിച്ച് എന്റെ കാര്യങ്ങളൊക്കെ തിരക്കി ഓർബിറ്റ് ചെയ്തെന്നാ ഞാൻ എന്തിനാ നിന്നെ ഓർബിറ്റ് ചെയ്യണ? സാറിന് അറിയോ ഇവളെന്നെ ഗോസ്റ്റിംഗ് ചെയ്തിട്ട് സോംബിയും ചെയ്തിട്ട് ഇരിക്കുകയാണ്. ഞാൻ എന്തിനാ നിന്നെ ഗോസ്റ്റിംഗ് ചെയ്യണേ? എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല സാർ. ഞാൻ എന്തിനാണ് ഞാൻ നിന്നെ ഗോസ്റ്റിംഗ് ഒന്നും ചെയ്തിട്ടൊന്നും. അങ്കിളിന്റെ മോളാന്ന് പറഞ്ഞിട്ട് അല്ല, വായെടുത്ത ഇവളെന്ന് ഉണേ പറയുള്ളൂ. അത് നീയാണോ ഓരോന്ന്
പോലീസ് നീ സ്റ്റേഷൻ ചെയ്തില്ല എന്നാ ചെയ്തില്ലേ ഗോസ്റ്റിംഗ് ചെയ്തില്ലേ ഇല്ല ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഗോസ്റ്റിംഗ് ചെയ്യേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഞാൻ തെളിവ് കൊടുക്കാല്ല. ഈ ഗോസ്റ്റിംഗ് സോംബിങ് എന്താണെന്ന് സാറിനൊന്ന് പറഞ്ഞു കൊടുക്കുക. സാറേ ഗോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്റെ പുറകെ നടന്നിട്ട് എന്നെ സ്നേഹിച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ ഒന്നും പറയാതെ പ്രേതത്തിനെ പോലെ എന്നെ തേച്ചിട്ട് പോയി കളയണതാ ഗോസ്റ്റിംഗ്. അപ്പൊ സോംബിങ്ങോ? സോംബിങ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചു വന്നിട്ട് പിന്നെ റിലേഷന് വേണ്ടിട്ട് മെസ്സേജ് ഇട്ടിട്ട് എന്നെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അവള്. രാത്രി ഔച്ചിന്നം ഇട്ടിട്ട് പിന്നെ ഇടങ്ങേറാക്കിക്കൊണ്ടിരിക്കുകയാണ് അവള്. അണ്ട എനിക്ക് കുഷീനിങ് ആണ്. ഞാൻ അത് ചെയ്ത് ഓർബിറ്റ് ചെയ്തെന്നൊക്കെ പറയണം. സൈക്കോ സാറ് എന്ത് വാക്കുകളാ അവള് പറയണ. സാർ ഇവ എന്തൊക്കെ പറയണേ എനിക്കൊന്നും അറിയാൻ പാടില്ല. ഇത് എന്തൊക്കെ വാക്കാടോ അത്? ഇതിലിപ്പോ ആരാ ശരി ആരാ തെറ്റുകാര് ഒന്നും മനസ്സിലാവണില്ലല്ലോ. ഹലോ, പോലീസ് സ്റ്റേഷനിലാണ്. അവളെന്നാ ഗോസ്റ്റിങ്ങും സാമ്പിങ്ങും ചെയ്തിട്ടേ അവള് എനിക്കെതിരെ പരാതി കൊടുത്തേക്കാണ്. പിന്നെ വിളിക്കാം. 3 കൂതറ മില്യൻസിന്റെ ഇടയിലാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കുസിനിങ്, ബെഞ്ചിങ്, സോംബിങ്, പിന്നെന്തോടാ ഓർബിറ്റിങ്, ഗോസ്റ്റിംഗ്, ഓരോരോ ഭാഷകള്. മേലന്മാര് ഭാഷയും പറഞ്ഞിട്ട് പ്രേമം കേമെന്ന് പറഞ്ഞ് നടന്നിട്ടുണ്ടല്ലോ, മുട്ടുകാരി ഞാൻ തല്ലി ഓടിക്കും. സാറേ അത് ഞങ്ങളുടെ ജെൻസിയുടെ റൂൾസിലുള്ളതാണ്. ഒന്നും ഉണ്ടായിരിക്കണേ. മോൾക്ക് ഇവനോട് താല്പര്യം ഉണ്ടോ? എനിക്കൊരു താല്പര്യമില്ല. പറഞ്ഞു കേട്ടില്ലേ ഒരു താല്പര്യം ഇല്ലെന്ന്. ഇനി ഇതുമാതിരി പല ഭാഷയായിട്ട് അവിടെ പിന്നാലെ നടക്കരുത്. മോൾ അച്ഛൻ പറഞ്ഞു കേട്ടിട്ട് നന്നായി പഠിക്കുക, എന്നിട്ടൊരു ജോലി മേടിക്കുക, എന്നിട്ടൊരു ചെയർ സമ്പാദിക്കുക. അല്ലാണ്ട് ഈ ബെഞ്ചിങ്ങൊന്നും വേണ്ട. മനസ്സിലായ? എന്നാ പോവാൻ നോക്ക്. ശരി ശരി പൊക്കോളൂ. അങ്ങളെ സോറി. അത് മര്യാദ. എങ്ങോട്ടോ നോക്കട്ടെ.